ദീർഘകാലം സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ടുപേർ ഒരു സാഹചര്യത്തിൽ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലെത്തിയത്. സൂരജും ബിൻസിയും ഏറെക്കാലം പ്രണയിച്ച് അങ്ങനെയാണിവർ വിവാഹിതരായത്. ബിൻസിയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു സൂരജിനെ ബിൻസി വിവാഹം കഴിക്കുന്നതിന്. ഒരു ഹോസ്പിറ്റലിൽ വർക്കിലായിരിക്കെയാണ് സൂരജുമായി ബിൻസി പരിചയപ്പെടുന്നതും തുടർന്ന് പ്രണയത്തിലാകുന്നതും. ആ ഇടയ്ക്ക് തന്നെ നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു ബിൻസി തൻ്റെ സ്വന്തം ചിലവിൽ സൂരജിന്. അത് സൂരജിനെ വിവാഹം കഴിച്ച് തൻ്റെ കൂടെ വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്താലായിരുന്നു ബിൻസി ചെയ്തത്. അങ്ങനെയിരിക്കെയാണ് ഓസ്ട്രേലിയയിലേക്ക് ഇവർക്ക് രണ്ടുപേർക്കും പോകുവാനുള്ള സാഹചര്യമുണ്ടായി വന്നത്. കുട്ടികളെ ബിൻസിയുടെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി 1 മാസത്തിനിടെയാണ് ഇവർ നാട്ടിലെത്തിയത്. ശേഷം ഒരാഴ്ചക്ക് മുമ്പ് ബിൻസി കുവൈത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരാഴ്ചക്ക് ശേഷമാണ് സൂരജ് കുവൈത്തിലേക്ക് പോകുന്നത്. ഒരാഴ്ചയോളം സൂരജ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് സൂരജ് തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ബാംഗ്ലൂരിലായിരുന്നു എന്നുള്ളതാണ്. വിഷയം ഇപ്പോൾ അതൊന്നുമല്ല. സൂരജും ബിൻസിയും ഏറെ പ്രണയിച്ചാണ് വിവാഹിതരായത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഇവരുടെ 2 പേരുടെ ഇടയിലും എല്ലാവർക്കും കാണാൻ കഴിയുന്നു എന്നുള്ളതും അടുത്ത് ഇവരെ പരിചയമുള്ളവരൊക്കെ ഉറപ്പിച്ചു പറയുന്നു. വാച്ച്മാൻ ഇവരുടെ മൃതദേഹം കാണുന്നത് 2 പേരുടെ കൈകളിലും ആ സമയം കത്തിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. പരസ്പരം 2 പേരും കുത്തി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം വന്ന വാർത്തകളിലാണ് സൂരജ് ബിൻസിയെ കൊലപ്പെടുത്തി സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൻ്റെ വിശദീകരണങ്ങൾ വരുന്നത്. തുടർന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് യൂട്യൂബ് ചാനലുകളിൽ വിലസി നടക്കുന്നത്. സൂരജിന് അവിടെ കാമുകിമാരുണ്ടായിരുന്നു എന്നും ബിൻസിക്ക് സൂരജിനോട് സംശയമായിരുന്നു എന്നും അതല്ല ബിൻസിയെ സൂരജിനാണ് സംശയമെന്നൊക്കെയുള്ള വാർത്തകൾ. ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുവാനുള്ള പ്രധാന കാരണവും ഇവരുടെ മരണം തന്നെയാണ്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന 2 പേർ ദുരൂഹ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്ത് കാരണത്താലാണ് എന്നുള്ള കാര്യത്തെ അറിയാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ വരുന്നതിൻ്റെ പിന്നാമ്പുറം. ബിൻസിയെ കൊലപ്പെടുത്തിയ സൂരജ് അതിനുശേഷം തൻ്റെ 2 സുഹൃത്തുക്കൾക്ക് ബിൻസി മരിച്ചതായി സന്ദേശം നൽകി എന്നുള്ള വാർത്തകളും ഈയിടയിൽ പുറത്തു വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തുകൊണ്ടാണ് ഇവർ മരണപ്പെട്ടത് എന്നും മൂന്നാമതൊരാൾ ഈ മരണത്തിൻ്റെ കാരണങ്ങൾ വന്നെത്തുമോ എന്നുള്ള കാര്യത്തിലും. ഒരാളെ കുത്തുകയോ കഴുത്തറുക്കുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ആക്രമിക്കപ്പെട്ട ആൾക്ക് വീണ്ടും അക്രമിയെ കൊലപ്പെടുത്തുവാനും മാത്രമുള്ള ശക്തിയിൽ തിരിച്ചാക്രമിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ ഇവിടെ പറയാം എന്താണ് സംഭവിച്ചത്. അന്ന് ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും ബഹളം കേട്ടിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളും ചില ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാലും വ്യക്തമല്ലാത്ത തരത്തിൽ ഇവർക്ക് കാമുകനുണ്ട് എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായ തീരുമാനമല്ലേ. വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.